ഹലോ ഗായ്സ്, അപ്പം ഞാനും പ്രിയ ഒന്ന് വന്നിരിക്കുന്നത് ജനനായകൻ എന്ന് പറയുന്ന മൂവിയുടെ ഒരു ചെറിയൊരു റിവ്യൂ പറയാനാണ് അല്ലേ. നമ്മൾ ഒരുപാടൊന്നും പറയുന്നില്ല, ഷോർട്ട് വീഡിയോ ആയിട്ട് ഒതുക്കാനാണ് ഇതിൻ്റെ പ്ലാന്. അപ്പം ഞാൻ പടം കാണാൻ പോകുമ്പോൾ തന്നെ പ്രിയോട് പറഞ്ഞു ഇത് OTT-ൽ വന്നു. കുറേ പേര് നെഗറ്റീവ് പറഞ്ഞൊരു പടമാണ്. കാരണം ഇത് കേസരി ഇല്ലേ, കേസരി എന്ന് പറയുന്ന മൂവിയുടെ റീമേക്കാണ്, ഡബ്ബിംഗ് ആണ്, കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നെഗറ്റീവോട് കൂടിയാണ് ഒരു പ്രതീക്ഷയില്ലാതാണ് നമ്മൾ പടത്തിന് പോയത്. പക്ഷെ പടം എനിക്ക് വർക്കൗട്ടായി. ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ പക്ക മാസ് എൻ്റർടൈൻമെൻറ്റ് ഫിലിമിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ ഫിലിം. ഒരു ആക്ച്വലി വിജയ്ക്ക് എങ്ങനെയൊക്കെ ഒരു ട്രിബ്യൂട്ട് കൊടുക്കാം എന്നുള്ളത് ഈ പടത്തിലുണ്ട്. അതായത് ഓവർ ആക്കിയുമില്ല, പക്ഷെ ഒട്ടും കുറഞ്ഞും പോയില്ല. വിജയ്ക്ക് എന്താണോ വേണ്ടത്, ഒരു മാസ് മസാല ഒരു ആക്ടറിൻ്റെ അവസാനത്തെ പടം എന്ന് പറയുമ്പോൾ അതിനുള്ള എലമെന്റ്സ് എന്തൊക്കെയാണ് വേണ്ടത്, ഒരു തിയേറ്ററിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു പടമായിരുന്നു അല്ലേ. പക്ഷെ എനിക്ക് ഒരു പോരായ്മയായിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോങ്സ് കുറച്ചുകൂടി വെക്കായിരുന്നു. സോങ്സ് കുറേ മിസ്സായില്ലേ, ആകെ 2 സോങ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ. സോ സോങ്ങിൻ്റെ ഒരു സെലിബ്രേഷൻ നമുക്ക് കുറേ കൂടുതൽ വേണമായിരുന്നു എന്ന് തോന്നി. കാരണം വിജയനെ പോലത്തെ ഉള്ള ആക്ടർ സോങ്ങിലൂടെ കുറേ ഹിറ്റായ സിനിമകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് വെച്ച് നോക്കുമ്പോൾ സോങ്സ് കുറവായിരുന്നു. കഥയിൽ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോലും നിങ്ങൾക്ക് മടുപ്പ് തോന്നില്ല. ഭയങ്കര എൻഗേജിങ് ആയിട്ട് സീറ്റ് എഡ്ജ് ത്രില്ലർ എന്നൊക്കെ പറയില്ല അല്ലേ, ആ ഒരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറ വർക്കും ഇതിൻ്റെ ഗ്രാഫിക്സും ആണ്. പിന്നെ സ്ക്രീൻ പ്ലേ എല്ലാം പക്കയാണെന്ന് പറയാം. എച്ച് വിനോദ് അടിപൊളിയായിട്ട് ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കെന്താണെന്ന് അറിയുന്നില്ല, OTT-ൽ കണ്ടിട്ട് നെഗറ്റീവ് അടിച്ചിട്ട് കരയുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ അവരെ ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങളിതൊരു തിയേറ്റർ വാച്ചബിൾ മൂവിയാണ്. നിങ്ങൾ ഫാമിലി ആയിട്ടില്ലെങ്കിൽ കപ്പിൾസായിട്ട് ഫ്രണ്ട്സായിട്ടില്ലേ പോയിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നൊരു മൂവിയാണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഇത് പറയുകയാണെങ്കിൽ ഇതിൻ്റെ എൻഡിങ്ങിൽ വരുന്ന ക്ലൈമാക്സ് അല്ലേ, ക്ലൈമാക്സിൻ്റെ ഒരു പോർഷനിലൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ആക്ച്വലി സംഭവിക്കാൻ പോകുന്നൊരു കോൺസെപ്റ്റാണ്. ഇല്ല അത് പറയുന്നില്ല. സോ അതൊരു ആക്ച്വലി റിയലായിട്ട് സംഭവിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ്. നമ്മുടെ ഇന്ത്യൻ സിനിമയിലൊക്കെ അത് ശങ്കർ ചെറുതായിട്ട് ഇത് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ആക്ച്വലി നമ്മളൊരു കേസരി മൂവി അല്ലെങ്കിൽ ഒരു തെലുങ്ക് പടത്തിൻ്റെ റീമേക്ക് എന്നുള്ള അല്ലാതെ ഇതിലൊരു കുറേ മെസ്സേജ് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ലേഡീസിന് വേണ്ടിയിട്ട് എങ്ങനെ കൊണ്ടുവരാൻ എന്നുള്ളത് സാധാ വിജയ് പറയുന്ന ഒരു ഇതാണ്. സോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ടോപ്പിക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ടെക്നിക്കലി പരമായിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, AI-ൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മനുഷ്യൻ എന്തൊക്കെ വിപത്ത് കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ശങ്കർ നമ്മുടെ എന്താ പറയുക ഇന്ത്യനിൽ പറഞ്ഞാണ്. സോ അതിൻ്റേതായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ മൊത്തത്തിലെടുത്ത് പറയുകയാണെങ്കിൽ ഇതിൽ ഫൈറ്റ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ റൈറ്റിംഗ് ആയിക്കോട്ടെ, സ്ക്രീൻ പ്ലേ ആയിക്കോട്ടെ, ക്യാമറ ആയിക്കോട്ടെ, ഡയറക്ഷൻസ് ആയിക്കോട്ടെ, പിന്നെ അനിരുദ്ധിൻ്റെ ബീജം ഒന്നും പറയേണ്ട ആവശ്യമില്ല അല്ലേ, പക്ക സൂപ്പറായിരുന്നു. മൊത്തത്തിൽ പറയണമെങ്കിൽ ഒരു ബ്ലാസ്റ്റ് മൂവി എന്ന് തന്നെ പറയാം അല്ലേ. നമുക്കൊരു ബീസ്റ്റിൽ കിട്ടാതെ പോയൊരു ക്ലൈമാക്സ് അല്ലെങ്കിൽ ഒരു വില്ലനിസം, അതുപോലെ തന്നെ റീസെൻ്റായിട്ട് ഗോട്ടിൽ മിസ്സായ ഒരു സംഭവം. സോ ഇതെല്ലാം നമുക്ക് ഈ പടത്തിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്നും പേടിക്കണ്ട. നിങ്ങളൊരു വിജയ് ഫാൻ ആണെങ്കിൽ നിങ്ങൾ എൻജോയ് ചെയ്ത് കാണും. അപ്പം ഞാൻ ആലോചിക്കുന്നത് വീണ്ടും നമുക്കൊരു ടിക്കറ്റ് ബുക്ക് ചെയ്താലോ എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. പക്ഷേ ടിക്കറ്റ് കിട്ടാൻ വഴിയില്ല ഗൈസ്. സോ പക്ക മൂവി, അടിപൊളി മൂവി. എന്താ പ്രിയ അല്ലേ. അപ്പം ഞാനൊരു 10-ൽ നമുക്കൊരു റിവ്യൂ എത്ര കൊടുക്കാം? ഒരു 8, 9, 10-ൽ 10 ഗൈസ്. 10-ൽ 10 ഞാനും പ്രിയം കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾ എന്തായാലും 10-ൽ 100. ഞങ്ങൾ എന്തായാലും ഈ മൂവി ഒന്നുകൂടി കാണാൻ പോവാണ് അല്ലേ. ഞങ്ങൾ ഒന്നുകൂടി കാണാൻ പോവാണ് ഗൈസ്. അപ്പം നിങ്ങളും OTT-ൽ കണ്ട് മണ്ടന്മാരായിട്ട് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞവരാണെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് എൻജോയ് ചെയ്ത് കാണുക ഗൈസ്. അതൊരു ട്രിബ്യൂട്ടാണ്. അവസാനത്തെ ഒരു ട്രിബ്യൂട്ടൊക്കെ നമ്മൾക്ക് കണ്ണിൽ വെള്ളം വരും. ആക്ച്വലി അത്ര അടിപൊളി പടമാണ്. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. തിയേറ്റർ വാച്ചബിൾ മൂവിയാണ് വിജയുടെ. ഓക്കെ, ബൈ.